നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബ്രസീലിയൻ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡാ സിൽവ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിനെതിരെ രൂക്ഷ പ്രതികരണം നടത്തി രംഗത്ത് വന്നിരിക്കുകയാണ്. അഡോൾഫ് ഹിറ്റ്ലറുടെ ഹോളോകോസ്റ്റുമായി താരതമ്യം ചെയ്താണ് അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഗാസ മുനമ്പിൽ നടക്കുന്നത് യുദ്ധമല്ല, വംശഹത്യയാണ് എന്ന് അദ്ദേഹം തുറന്നടിച്ചു. രണ്ടാം ലോക മഹായുദ്ധവേളയിൽ ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിൽ നാസികൾ 6 ദശലക്ഷം ജൂതരെ വ്യവസ്ഥാപിതമായി കൊന്നൊടുക്കിയിരുന്നു. ഈ സംഭവവുമായി താരതമ്യം ചെയ്താണ് ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തെ അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത്. അത് സൈന്യത്തിനെതിരെ നടത്തുന്ന യുദ്ധമല്ല, വമ്പൻ തയ്യാറെടുപ്പ് നടത്തിയ സൈന്യം കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരെ നടത്തുന്ന യുദ്ധമാണെന്നും ബ്രസീലിയൻ പ്രസിഡന്റ് കുറ്റപ്പെടുത്തി. ഗാസ മുനമ്പിൽ ഫലസ്തീൻ ജനതയ്ക്കെതിരെ നടക്കുന്നത് ചരിത്രത്തിന്റെ ഒരു സാഹചര്യത്തിലും നടന്നിട്ടില്ല എന്നും യഥാർത്ഥത്തിൽ അത് ജൂതരെ കൊന്നൊടുക്കാൻ ഹിറ്റ്ലർ തീരുമാനിച്ചപ്പോൾ മാത്രമാണ് നടന്നതെന്നും ലൂയിസ് വിമർശിച്ചു. ഞായറാഴ്ച ആഫ്രിക്കൻ യൂണിയൻ ഉച്ചകോടിക്കായി അഡിസ് അബാബയിൽ എത്തിയപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. പരാമർശത്തിന്റെ പേരിൽ ശാസിക്കാൻ ബ്രസീലിന്റെ അംബാസിഡറെ വിളിപ്പിക്കുമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തിൽ ആരും വിട്ടുവീഴ്ച ചെയ്യില്ല എന്നും കാറ്റ്സ് അറിയിച്ചു. അംബാസിഡറെ തിങ്കളാഴ്ച വിളിക്കുമെന്നും കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. അതേസമയം ഗാസയ്ക്ക് സമീപം ഈജിപ്തിന്റെ നിർണായക ഇടപെടൽ. ഫലസ്തീൻ എൻക്ലേവിൽ നിന്നും ഇസ്രായേലി സൈന്യം യുദ്ധ അഭയാർത്ഥികളെ പുറത്താക്കുമെന്ന ഭീതി പടരുന്നതിനിടെ ഈജിപ്ഷ്യൻ സർക്കാർ ഗാസയുടെ അതിർത്തിയിൽ നിഗൂഢമായ മതിൽ പണിയാൻ തുടങ്ങിയതായി റിപ്പോർട്ട്. അസോസിയേറ്റഡ് പ്രസ്, ന്യൂയോർക്ക് ടൈം അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈജിപ്തിന്റെ രഹസ്യ നീക്കം പുറത്തുവന്നതോടെ കലിയിളകി ഇസ്രായേൽ രംഗത്ത് വന്നിരിക്കുകയാണ്. രഹസ്യ കോട്ടകളൊന്നും ഉയരരുത്, അവ ശ്രദ്ധയിൽപ്പെട്ടാൽ തകർത്തെറിഞ്ഞേക്കുക, റാഫയിലേക്ക് ആക്രമണം കടുപ്പിക്കുന്ന IDFന് നെതന്യാഹു നൽകിയ നിർദ്ദേശമാണിത്. മതിൽ ഉയരുന്നതിന്റെ ഉപഗ്രഹ ചിത്രങ്ങളെ ഉദ്ധരിച്ച് പുറത്തുവന്ന റിപ്പോർട്ടിനോട് പ്രതികരിക്കാൻ ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥർ വിസമ്മതിച്ചു. റാഫയിലെ ഇസ്രായേലി ആക്രമണത്തിൽ പലായനം ചെയ്യുന്ന ഗാസ നിവാസികളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു സുരക്ഷിത ബഫർ സോൺ ആയിരിക്കും ഇതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റാഫയിൽ നിന്നുമെത്തിയ ഫലസ്തീനികളെ ബലപ്രയോഗത്തിലൂടെ പുറത്താക്കരുതെന്ന് ഈജിപ്ത് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു. ഇസ്രായേൽ നടത്തുന്ന അധിനിവേശത്തിൽ നിന്നും പലായനം ചെയ്യുന്ന സിവിലിയന്മാർക്കുള്ള അവസാന അഭയകേന്ദ്രമായ റാഫയിൽ ഇസ്രായേൽ പ്രതിരോധ സേനക്കാരെ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയതിന് പിന്നാലെയാണ് നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയതെന്നാണ് റിപ്പോർട്ട്. ഒക്ടോബറിൽ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഏകദേശം 1.4 ദശലക്ഷം ഗാസ നിവാസികൾ റാഫയിൽ അഭയം തേടിയിട്ടുണ്ട്. ഹമാസിനെ വേട്ടയാടുന്നതിനിടയിൽ എൻക്ലേവിന്റെ ഭൂരിഭാഗവും ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് തകർത്തിട്ടുണ്ട്. പ്രാദേശിക ആരോഗ്യ അധികാരികളുടെ കണക്കനുസരിച്ച് ഏകദേശം 29,000 പേർ ഇതിനോടകം കൊല്ലപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.